കേരളം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും യുവാക്കളിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ലഹരിയോടുള്ള കമ്പമാണെന്ന്. ലഹരിയുടെ അടിമകളായി മാറുന്ന പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, അവരെങ്ങനെ ഇന്നത്തെ അവസ്ഥയിലേക്കെത്തി? ദീർഘകാലം ലഹരി വിരുദ്ധ സ്ക്വാഡിൽ കേരള പോലീസിൻ്റെ ഷാഡോ സംഘത്തിൽ പ്രവർത്തിച്ച ശ്രീ NG സുവ്രതകുമാറാണ് അദ്ദേഹത്തിൻ്റെ കഥകളും അനുഭവങ്ങളുമായി നമ്മോടൊപ്പം. അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ, അനുഭവങ്ങളിലൂടെ ഈ ലഹരി മാഫിയയുടെ അടിവേരുകൾ, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അതെത്ര ഭീകരമാണ് എന്ന കഥകളെല്ലാം നമുക്ക് ശ്രവിക്കാം. സ്വാഗതം. നമസ്കാരം. ഈ കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഇടയിൽ രാസലഹരി വല്ലാതെ പിടിമുറുക്കിയിരിക്കുന്നു എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. താങ്കളുടെ അനുഭവത്തിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ടുണ്ടായ ആ ഒരു മാറ്റം എത്ര ഭീകരമാണ് ഒന്ന് പറയാമോ? അതിഭീകരമാണ്. കാരണം 2020 MDMA എന്താണെന്നുള്ളത് പോലീസുകാർക്ക് പോലും അറിയില്ല. ഈവൻ ഞാൻ ഇത്രയധികം കേസുകൾ പിടിച്ചിട്ടുണ്ടെങ്കിലും MDMA എൻ്റെ കയ്യിൽ വന്നിട്ട് പോലും എനിക്കത് MDMA എന്താണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തൃശ്ശൂർ സിറ്റിയിൽ 2020 ആദ്യമായി പിടിക്കുന്നത് 4.98 ഗ്രാം, അതായത് 5 ഗ്രാം MDMA ആണ് പിടിച്ചത്. തൊട്ട് പിറ്റത്തെ വർഷം 213 ഗ്രാം MDMA. അതിൻ്റെ പിറ്റത്തെ വർഷം 2022 1113 ഗ്രാം. അതിൻ്റെ പിറ്റത്തെ വർഷം 23 കഞ്ചാവ് ആണെങ്കിൽ 330 കിലോ കഞ്ചാവ്. 2024 3.5 കിലോ MDMA ആണ് പിടിച്ചത്. ആ ഒരു ഗ്രാഫ് ഒന്ന് നോക്കിയാൽ മതി. അതിഭീകരമായിട്ടുള്ളൊരു വളർച്ചയാണ്. ഇത് മുഴുവൻ ഉപയോഗിക്കുന്നത് നമ്മുടെ പയ്യന്മാർ, +2 ഏജിലുള്ള പയ്യന്മാരും ആണ് കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്. അതിഭീകരമാണ്. ആ ഒരു കണക്ക് കണ്ടാൽ തന്നെ നമുക്കറിയാം. അതായത് നമ്മുടെ ഹൈസ്കൂളിലും +2ലുമാണ് ഇതിൻ്റെ വലിയൊരു ശതമാനം കുട്ടികൾ ഉപയോഗിക്കുന്നതെന്ന് വേണേൽ പറയാം അല്ലേ? ഒരു സംശയം വേണ്ട. അതായത് ഇപ്പോൾ സാധാരണ ഞാൻ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ അനുഭവങ്ങൾ പറയുമ്പോൾ +2 വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കാറുണ്ട്. പിന്നെ അത് +1 മാറി. പിന്നെ അത് 10th ക്ലാസ്സിലടക്കം നിരവധി കുട്ടികൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അത് 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. 8ാം ക്ലാസ്സിൽ ഞാൻ ഒരു സ്കൂളിൽ പോയപ്പോൾ 8ാം ക്ലാസ്സിലെ നിരവധി വിദ്യാർത്ഥികൾ ഈ രാസലഹരി തന്നെ ഉപയോഗിക്കുന്നത്. അതിഭീകരമാണ് എൻ്റെ കണക്ക്. ഈ തൃശ്ശൂർ ജില്ലയിലാണല്ലോ കൂടുതൽ പ്രവർത്തിച്ചത്. അവിടുത്തെ ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 4.5 കിലോ പിടിച്ചു എന്ന് പറയുന്നത് നമ്മുടെ കൈ കിട്ടിയത് മാത്രമാണ്. പിടിക്കാതെ പോകുന്ന ഇതിൻ്റെ എത്ര മടങ്ങുണ്ടാവും? സാധാരണ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ പറയും ഒരു 100 ഇരട്ടി പിടിക്കപ്പെടാതെ പോകുന്നു പറയണ്ടായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുന്നു 1000 ഇരട്ടി അതിന് മുകളിൽ പിടിക്കപ്പെടാതെ. അതായത് ഒരു 1000 ഇരട്ടി എന്ന് പറഞ്ഞാൽ 4000 കിലോ പോണ്ടായിരിക്കും. ഒരു 4 ടണ്ണ് തൃശ്ശൂർ ജില്ലയിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇത് ലഹരിയായി ഒരാളെ ബാധിക്കാൻ എത്ര വേണം ഇതിൻ്റെ ക്വാണ്ടിറ്റി? ഇതിൻ്റെ ഒരു 1/4 ഗ്രാമാണ് സാധാരണ 2 പേരായിട്ട് ഈ ഉപയോഗിക്കുക. അപ്പം ഞാൻ വേറൊരു കണക്കാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. 1/4 ഗ്രാം മതി ഒരു മനുഷ്യനെ ലഹരിയിലാക്കാൻ, രാസലഹരിയിലാക്കാൻ എന്നുണ്ടെങ്കിൽ ഈ 4000 കിലോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ 4 ടൺ എന്ന് പറയുന്ന ഒരു ജില്ലയിലേക്ക് വരുമ്പോൾ എത്ര ലക്ഷം കുട്ടികളെ ഇത് ബാധിച്ചിട്ടുണ്ട്, എത്ര ലക്ഷം യുവാക്കളിലേക്ക് ഇത് എത്തുന്നുണ്ടെന്നുള്ളതല്ലേ? ഇതിപ്പോൾ ഒരു ജില്ലത്തെ മാത്രം കണക്കായിട്ട് നമുക്ക് നോക്കണ്ട. നമ്മൾ ബാക്കിയുള്ള ഇതൊരു റാൻഡമാണ് നമുക്ക് എടുക്കാം. ബാക്കിയുള്ള കേരളത്തിലെ ഓരോ ജില്ലകളിലും നോക്കിയാൽ ഈ കണക്കുണ്ടായിരിക്കും. ഇതിപ്പോൾ തൃശ്ശൂർ സിറ്റിയിലത്തെ മാത്രം കണക്കാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അല്ല, അങ്ങനെ ഇപ്പോൾ എടുക്കുമ്പോൾ പോലും ഇത് വീതം വെച്ച് 1/2 ഗ്രാമോ അല്ലെങ്കിൽ 1 ഗ്രാമോ വീതം ഒരു കുട്ടിക്ക് എന്ന് വെച്ച കണക്കെടുത്താൽ പോലും എത്രയോ ആളുകളിലേക്ക് ഇത് എത്തുന്നുണ്ട്. ഇത് സത്യമാണ്. കാരണം നമ്മുടെ അനുഭവത്തിലൂടെയുള്ള കാര്യങ്ങളാണ് പറയണത്. അതായത് ഒരു സ്കൂളിൽ 100 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു 30-40 കുട്ടികളിലേക്കെങ്കിലും ഇത് എത്തിക്കഴിഞ്ഞു എന്നല്ലേ എൻ്റെ അർത്ഥം? അതെ, തീർച്ചയായും. അത്രയും വിദ്യാർത്ഥികൾ മാത്രമല്ല, അതായത് ഇവർ ഉപയോഗിക്കുന്ന ഇടം എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ ബാത്റൂമിലാണ്. നമ്മൾ അധ്യാപകർ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ബാത്റൂമിലാണ്. നമ്മൾ ചോദിക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ ഉപയോഗം വരുന്നത് ബാത്റൂമിലാണ്. ബാത്റൂമിൽ ഒറ്റയ്ക്കല്ല ഉപയോഗിക്കുക, ആ ഒരു ഗ്യാങ് വന്നിട്ട് ഉപയോഗിക്കും. ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ ഇത്ര വ്യാപകമാണെന്നുള്ളത് അവിടുത്തെ അധ്യാപകർക്കും സ്കൂൾ അധികാരികൾക്കും അറിയാവോ? ഇവർ പരമാവധി അറിയിക്കാതെ വേണമെങ്കിൽ ഇവർക്ക് ആക്ട് ചെയ്യാൻ പറ്റും. കാരണം കൂടുതൽ ഓരോ ഇൻസിഡൻറ്റുകൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ മകൻ പഠിക്കുന്ന സ്ഥലത്ത് തന്നെ കഴിഞ്ഞ വർഷം 10 കൂട്ടിയിടി നടന്നു പറയുന്നത്. അത് ഗ്രൂപ്പായിട്ട്, ഒറ്റയ്ക്കുള്ള ഇടല്ല, ഗ്രൂപ്പായിട്ടുള്ള ഫൈറ്റ് നടക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് 10 കൂടുതൽ ഇടി ഒരുമിച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മൾ എന്തെങ്കിലും ആലോചിക്കണം. അതുപോലെ തന്നെ ഈ കൂട്ടടിയും നമ്മുടെ ഓരോ പ്രവൃത്തികളും, കൊലപാതകങ്ങളും, അത്രയും പല രീതിയിലുള്ള ക്രൈമുകളുടെ ഗ്രാഫിനെ നോക്കിയാൽ അറിയാം ഇത് വളർച്ച വളരെ കൂടുതലാണെന്നുള്ളത്. ഗ്രാഫിനെ നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഞാനിത് ഉപയോഗിച്ചു എന്ന് അറിയിക്കാതെ നടക്കാൻ പറ്റും അല്ലേ? അറിയിക്കാതെ നടക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ പോലും ഇത് തിരിച്ചറിഞ്ഞോണമെന്നില്ല. അല്ല,
ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90% പേരും ഏറ്റവും ആദ്യം എതിർക്കുക വീട്ടിലുള്ളവരെയാണ്. കാരണം വീട്ടിലവർ ഏതെങ്കിലും രീതിയിലൂടെ ഇവൻ ഉപയോഗിക്കേണ്ടത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞാൽ അവരെ കിട്ടണം ആദ്യം കയറുക. അതായത് പല അമ്മമാരും അച്ഛന്മാരും എന്നോട് പറയുന്നുണ്ട്, സാറേ ഇന്നലെ കണ്ട മകനല്ല ഇന്ന് കാണുന്നത്, ഇത് അവൻ എന്നെ കല്ലെടുത്തെറിയണു അല്ലെങ്കിൽ ഓരോന്ന് വലിച്ചെറിയണു, ടി വി പൊട്ടിക്കണം, ഭയങ്കര അഡോളസൻ പീരീഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഇതുണ്ടായിരിക്കും, ഭയപ്പുണ്ടായിരിക്കും. പക്ഷെ അത് വിട്ടിട്ടുള്ള ഭീകരമായിട്ടുള്ള ഓരോ ഒഫൻസുകൾ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ വീട്ടിൽ ആരാണ് ആദ്യം നോ പറയണത്, സ്വാഭാവികമായിട്ടും വീട്ടുകാരാണ് എതിർക്കുന്ന ആളെ ആ ഒരു രീതിയിൽ അഗ്രസീവായിട്ട് ആ ഒരു പെരുമാറ്റം ഉണ്ടായിരിക്കും. ഈ രക്ഷിതാക്കൾക്ക് ഇത് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? ഇത്രയേറെ കുട്ടികൾ ഇത് ഉപയോഗിച്ചിട്ടും ഒരു ഡിലേമേലാണ് പല അമ്മമാരും അച്ഛന്മാരും. കാരണം എൻ്റെ മകന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് സാർ, ഒന്ന് നോക്കണം, എന്തോ ഒരു സംതിങ് ഒരു പ്രശ്നമുണ്ട്, സാധാരണ വിട്ടിട്ടല്ല ഒരു പേടിയാവുക. കാരണം ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് എനിക്ക് പേടിയാവുക എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ കുറേ പേര് സംസാരിക്കും, അസ്വാഭാവികത ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര വലിയൊരു പ്രശ്നത്തിലേക്ക് നമ്മൾ എത്തി. അതായത് നമ്മളുടെ ചെറുപ്പക്കാർ, കോളേജ് വിദ്യാർത്ഥികൾ, സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ വലിയൊരു ശതമാനം മയക്കുമരുന്നിൻ്റെ പിടിയിൽ അതിൻ്റെ അടിമകളായി മാറുന്ന മട്ടിലേക്ക് തന്നെ മാറിക്കഴിഞ്ഞു അല്ലേ? തീർച്ചയായും. അതിലേക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ ആദ്യം ജോയിൻ ചെയ്യുന്നത്? ഈ ലഹരി വിരുദ്ധ സ്ക്വാഡിലേക്ക് പിന്നെ മാറുന്നത് എപ്പോഴാണ്? 94 ട്രെയിനിങ്ങിൽ കഴിഞ്ഞു. നേരെ 98 ഞങ്ങൾ ക്രൈം സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറിയത്. പിന്നെ 2011 വിജയൻ സാർ ഷാഡോ പോലീസ് എന്ന് പറഞ്ഞൊരു സംവിധാനം രൂപീകരിച്ച് അതിൽ ഞങ്ങൾ അംഗമായി. അതിനുശേഷം 2017 ലഹരി വിരുദ്ധ സ്ക്വാഡ് എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ ഷാഡോ പോലീസിലും ലഹരി വിരുദ്ധ സ്ക്വാഡിലും ഇത് തന്നെ. ലഹരി വിരുദ്ധ സ്ക്വാഡിലേക്ക് വന്നപ്പോൾ ഫുള്ള് ഇതിൻ്റെ ഒരു പ്രവർത്തനം മാത്രമായിട്ട് മാറി. അതിലാണ് പിന്നെ ഇത്രയും അളവിൽ കൂടുതൽ പിടിച്ചു തുടങ്ങിയിട്ടുള്ളത്. 10,000 ലക്ഷക്കണക്കിന് കുട്ടികളിലേക്ക് ഈ ലഹരി എത്തിക്കാൻ കഴിയുന്ന, നമ്മുടെ യുവാക്കളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അത് എത്ര വ്യാപ്തിയുള്ളതാണ്? അത് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്? അതായത് ഈ ലഹരി മാഫിയ എന്ന് പറയുന്നത് അത് എവിടെയാണ്? ലഹരി മാഫിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോവിഡിന് ശേഷം പലരും പൈസ ഉണ്ടാക്കാനുള്ള മാർഗങ്ങളിലൂടെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ കഞ്ചാവായിട്ട് ബന്ധപ്പെട്ടൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നേരെ ആന്ധ്രയിലേക്ക് പോകണം, ഒറീസയിൽ പോകണം. അവിടുന്ന് അവിടെ വളരെ ചീപ്പാണ്. ആ ചീപ്പായിട്ടുള്ള ആ സാധനം പല ലോറികളിലും പല വാഹനങ്ങളിലായിട്ട് ഹൈഡ് ചെയ്തിട്ട് കൊണ്ടുവരുന്നു. MDMA ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്നു. ബാംഗ്ലൂരിൽ ഞങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഈ ഷാഡോ സംവിധാനത്തിൻ്റെ സ്റ്റേറ്റ് വൈഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഡിസ്കഷനിൽ ഏറ്റവും കൂടുതൽ വരുന്നത് പെൺകുട്ടികളെ കാരിയേഴ്സായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അതായത് ഇങ്ങോട്ട് എത്തിക്കുക. ദിവസവും നിരവധി ബസ്സുകൾ ബാംഗ്ലൂരും കേരളമായിട്ട് സർവീസ് നടത്തുന്നുണ്ടല്ലോ. ഇതൊക്കെയാണോ ഇതിൻ്റെ ഒരു പ്രധാന കാരിയേഴ്സ്? ബസ്സുകൾ സ്വന്തം കാറിൽ പോയി കൊണ്ടുവരുന്നവരുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഒരു പെൺകുട്ടീനെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ പിടിച്ച പെൺകുട്ടീനെ നമ്മൾ കാർ മൊത്തം പരിശോധിച്ചു, ഒന്നും കിട്ടിയില്ല. ആ സ്ത്രീയുടെ ദേഹം വനിതാ പോലീസിനെ കൊണ്ട് പരിശോധിച്ചു, ഒന്നും കിട്ടിയില്ല. അവസാനം ഷാള്, ശരി ഞങ്ങൾ സോറി പറഞ്ഞിട്ട് പോണ സമയത്താണ് ഷാള് നോക്കുമ്പോൾ ഷാളിൻ്റെ അറ്റത്ത് ഒരു കനം കാണുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്താ മോളെ ഷാളിൻ്റെ അറ്റത്ത് ചോദിച്ചപ്പോൾ സാർ അത് 50 പൈസ, ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ 50 പൈസ കുറച്ച് കിട്ടിയപ്പോൾ അത് ഒരു ഗ്രൂപ്പായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് വെച്ചാണ്. ഞാൻ അമർത്തി നോക്കിയപ്പോൾ അതായത് MDMA ആയിരുന്നു. 20 ഗ്രാം MDMA ആണ് ആ പെൺകുട്ടി കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ ഈ അത് ഒറ്റയ്ക്ക് പോയിട്ടാണ് കൊണ്ടുവരുന്നത്, ഇതെങ്ങനെ കൊണ്ടുവരാൻ, ഇത് ആർക്കൊക്കെ വിൽക്കാനാണ് ചോദിച്ചപ്പോൾ ഒരു മറുപടിയാണ് എന്നെ ഞെട്ടിച്ചത്. ഇത് വിൽക്കാനല്ല സാറേ, ഇതെനിക്ക് സ്വയം ഉപയോഗിക്കാനാണ്. സ്വയം ഇത്ര അധികം ഉപയോഗിക്കുക. അപ്പോൾ ആൾ പറഞ്ഞൊരു മറുപടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ തവണ ഇത് കിട്ടാതെ ഞാൻ 1 ഗ്രാമിന് 10,000 രൂപ വരെ എനിക്ക് ചിലവഴിക്കേണ്ടി വന്നു ഇത് MDMA കിട്ടാൻ വേണ്ടിയിട്ട്. സ്വർണ്ണത്തിനെക്കാട്ടും ഭയങ്കര വിലയാണ്. അപ്പോൾ ബാംഗ്ലൂരാണെങ്കിൽ ഇത് ഭയങ്കര വില കുറവാണ്. അപ്പോൾ ആ വില കുറവ് അതാണ് വെച്ചാൽ കാർ എടുത്ത് പോയിട്ട് സാധനം ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ബാംഗ്ലൂർ വളരെ സുലഭമാണ്. അതായത് ഇവിടുത്തെ കുറേ കുട്ടികൾ അവിടെ പഠിക്കാൻ പോകുന്നുണ്ട്, അവരൊക്കെ കുറേ പേര് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കടത്തിലേക്ക് മാറുന്നൊരു സിറ്റുവേഷൻ നിരവധിയുണ്ട്. ഓരോ ജില്ല നോക്കിയാലും നമുക്ക് അതിൻ്റെ കണക്ക് അറിയാൻ പറ്റും. ഇത് ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയാണോ ഇതിൻ്റെ വിതരണക്കാരും? ആദ്യം തന്നെ ഇത് സ്വന്തം ഉപയോഗിക്കണം, ഇതിന് പൈസ വേണം. അപ്പോൾ സ്വന്തം ഉപയോഗിച്ചാൽ പൈസ കഴിയുമ്പോൾ ഈ കിട്ടുന്ന സാധനം കൂട്ടുകാരന്മാർക്ക് സപ്ലൈ ചെയ്യാൻ നോക്കും, ഫ്രണ്ട്സുകൾക്ക് അതിനുള്ള ആൾക്കാരെ കണ്ട് അവർക്ക് സപ്ലൈ ചെയ്ത് നോക്കും. അപ്പോൾ അതിൽ നിന്നൊരു ലാഭം ഇവരെടുക്കും. ബാംഗ്ലൂരിൽ നിന്നാണ് ഈ MDMA പോലുള്ള രാസലഹരി കേരളത്തിലേക്ക് വരുന്നതെന്ന് പറഞ്ഞല്ലോ. ഇത് ബാംഗ്ലൂർ മാനുഫാക്ചർ ചെയ്യുന്നതാണോ? ഏത് കേസ് പിടിച്ചാലും അതിൻ്റെ അറ്റം ചെന്ന് മുട്ടുന്നത് ആഫ്രിക്കൻ വംശജരാണ്.
അവരാണ് ഏറ്റവും അവർക്കാണ് ഈ കുക്കിങ്ങിന്റെ വിദ്യകൾ അറിയണത്. അത്രയേറെ ആഫ്രിക്കൻ വംശജർ ബാംഗ്ലൂരൊക്കെ ഉണ്ട്. ബാംഗ്ലൂരുണ്ട്, ആഫ്രിക്കൻ കോളനി ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഏത് കേസ് ഇപ്പോൾ സമീപം ഇതിൽ ഏറ്റവും കൂടുതൽ അതിന്റെ സോഴ്സ് അന്വേഷിച്ച് പോകുമ്പോൾ ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന ഈ ആഫ്രിക്കൻ വംശജർ. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ആഫ്രിക്കൻ വംശജർ ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഇത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കിട്ടണ്ടേ? അതൊക്കെ എങ്ങനെ കിട്ടുന്നതെന്ന് ഒരു പോലീസ് സംവിധാനം അന്വേഷിച്ചിട്ടുണ്ടാവണ്ടേ? അതിൽ ഞങ്ങൾക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നങ്ങൾ ഈ ആഫ്രിക്ക അവർ ഒരിക്കലും കറക്റ്റ് മറുപടി അവർ പറയില്ല. ഞങ്ങൾ പല നീഗ്രോസിനെ പിടിച്ചിട്ടുണ്ട്, അവരൊന്നും കറക്റ്റ് ഈ ഉണ്ടാക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ കറക്റ്റ് പ്രോസസ്സിങ്ങിൻ്റെ എന്ത് വെച്ചാലും എന്നുള്ളൊരു രീതിയാണ്. അവർ മറുപടി പറഞ്ഞില്ല എന്നുള്ളത് ഇത്ര ഗൗരവമായൊരു വിഷയത്തെ നമുക്ക് ലഘുവായിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യമല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ രാജ്യത്ത് എന്തെങ്കിലും ഒരു വിധ്വംസക പ്രവർത്തനം ഒരു വിദേശി, ഒരു ആഫ്രിക്കക്കാരൻ ചെയ്താൽ അവനെ കൊണ്ട് നമ്മൾ മറുപടി പറയിക്കുന്നുണ്ട്. ഇതിന് വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള സഹകരണം കിട്ടാത്തത് കൊണ്ടോ ആയിരിക്കില്ലേ മറുപടി കിട്ടിയില്ലാത്തത് കൊണ്ട് നമ്മൾ വിട്ടു എന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങൾ ഈ അടുത്ത് പിടിച്ച കേസുകളിൽ മുഴുവൻ അവർ പറയണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആ ഒരു എൻഡിലേക്ക് എത്തിയിട്ടില്ല. അതായത് അവരുടെ കുക്കിംഗ് പ്ലേസിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ ആ വ്യക്തികളെ പിടികൂടിയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു ലെവലിലേക്ക് നമുക്ക് കടക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണത്. അതായത് നമ്മൾ കാരിയേഴ്സിനെ പിടിക്കുന്നു, ഇത് വിൽക്കുന്നവരെ, കൺസ്യൂം ചെയ്യുന്നവരെ പിടിക്കുന്നു എന്നതിനപ്പുറം ഇതെവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, അതായത് ഉൽപ്പാദന കേന്ദ്രത്തെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അത് കണ്ടെത്തി അത് തകർക്കാൻ, ആ ശൃംഖല തകർക്കാൻ നമുക്ക് ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമല്ലേ? ഇതിൽ മുഴുവൻ അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ തൃശ്ശൂർ സിറ്റിയിൽ ഈ കഴിഞ്ഞ ഇതിൽ ഒരു ഫൈസൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പയ്യനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. 20 ഗ്രാം MDMA ആയിട്ട് പിടികൂടിയത്. ആ 20 ഗ്രാം MDMA ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു ആലുവയുള്ള ഫ്ലാറ്റിൽ ബാക്കി ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെ നോക്കിയപ്പോൾ 9500 ടാബ്ലറ്റ് പക്ക ഒറിജിനൽ MDMA അവിടെ ഇരിക്കുന്നു. ഈ ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാ? ഒന്നും ഒരു 3/4 ഗ്രാം അത്ര വന്ന് ചെറുതാണ് ഉള്ളത്. പല രീതിയിലുള്ള പല ഇതുണ്ട്. അങ്ങനെ അത് 2.5 കിലോ MDMA ആണ് നമുക്ക് കിട്ടിയത്. 2.5 കിലോ. അത് കേരളത്തിലെ ഏറ്റവും വലിയൊരു ക്യാച്ചായിരുന്നു. ഈ 2.5 കിലോ MDMA കിട്ടിയ അതിന്റെ സോഴ്സ് നോക്കിയപ്പോൾ 3 പേരെ ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടി. അതിന്റെ ഘട്ടമായിട്ട് ചെയിനായിട്ട് 3 പേരെ പിടികൂടി. ഈ 3 പേരെ പിടികൂടിയിട്ടുള്ള ഇത് ചോദിച്ചു, നിങ്ങൾക്കത് കൂടുതൽ ഇതാരാ നിങ്ങൾക്ക് സപ്ലൈ ചെയ്ത് ചോദിച്ചപ്പോൾ മഹേന്ദ്ര സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ആണ് പറഞ്ഞു. ആളെ പോയി പിടിച്ചു. ആൾക്കത് കൊടുത്തത് വെങ്കട നരസിംഹ രാജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൈദരാബാദുകാരനാണ്. അദ്ദേഹത്തെ പിടിച്ചു. അദ്ദേഹമാണ് ഈ ഒരു കെമിസ്റ്റാണ്. അദ്ദേഹം സ്വന്തമായിട്ട് ലാബൊക്കെ ഉണ്ട്. ജർമ്മനിയിലേക്ക് ഈ മെഡിസിൻ്റെ ഇൻഗ്രീഡിയൻസ് കയറ്റുമതി ചെയ്യുന്നൊരു കക്ഷിയാണ്. അപ്പോൾ അവിടെ ഒരു ഇതിൻ്റെ മെഡിസിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ മെഡിസിൻ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കക്ഷിയാണ്. അതിൻ്റെ ഒരു എന്തോ ഒരു കണക്ക് തെറ്റിയെന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു ബാച്ച് മൊത്തം അവർ ബാൻ ചെയ്തു. ഇപ്പോൾ തൽക്കാലം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൽ 5 കോടി രൂപ നഷ്ടം ഈ പറഞ്ഞ കക്ഷിക്കുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ മാർഗം MDMA ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഒരു കെമിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഈ കണക്കും കൂട്ടും കാര്യങ്ങളൊക്കെ അറിയാം. അദ്ദേഹം ഉൽപ്പാദിപ്പിച്ച സ്വന്തം ലാബിൽ ഈ പറഞ്ഞ പോലെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള 2.5 കിലോ അതിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. കേരളത്തിൽ ആദ്യമായിട്ടും ഇന്ത്യയിൽ ഒരു പക്ഷേ ലാബിലേക്ക് വരെ എത്തുന്നത് ഒരു പക്ഷേ ആദ്യമായിട്ടൊന്ന് വിചാരിക്കാം. ഈ ലാബ് കണ്ടുപിടിച്ചതിന് ശേഷം എന്തെങ്കിലും സംഭവിച്ചോ? അത് സീസ് ചെയ്തു. ആ ലാബ് സീസ് ചെയ്ത കോടതിയിലേക്ക് കൊടുക്കലും എല്ലാം അതിൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു. ഇപ്പോഴും അവർ ഈ മുഴുവൻ ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. ഇപ്പോൾ ജയിലാണ്. കുട്ടികളിലേക്ക് ഇത് എത്തിക്കുന്ന നെറ്റ്വർക്ക് ഏതാണ്? ഉപയോഗിക്കുന്ന ആളുകൾ തന്നെ എവിടെന്നെങ്കിലുമൊക്കെ സംഘടിപ്പിക്കുന്നതാണോ? ഇതിനൊരു ഏജൻസി സംവിധാനം ഉണ്ടാവുമല്ലോ. വാഴത്തും വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലത്തെ ഒരു സംവിധാനം ഇതിൽ ഓരോരുത്തരും സ്വന്തം അപ്പനപ്പനെ പൈസ ഉണ്ടാക്കിയ ഒരു മാർഗ്ഗമാണ്. എനിക്കൊരു ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു, സാറിന് കഞ്ചാവ് പിടിക്കണോ? സാർ സുഹൃത്തുമാർ സാറില്ലാതെ കഞ്ചാവ് പിടിക്കണോ ചോദിച്ചു. അതാണ് എൻ്റെ പണിയെന്ന് പറഞ്ഞു. അപ്പോൾ സാറിന് ഒരു നമ്പർ തരാം, ഈ നമ്പറിൽ വിളിച്ചാൽ സാറിൻ്റെ വീട്ടിലേക്ക് കഞ്ചാവ് എത്തിക്കുമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ആ നമ്പർ നോട്ട് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ കുറച്ചായിട്ടേക്ക് രാഹുൽ എന്നുള്ള ഒരു പേരിൽ ഞാൻ വിളിച്ചു. ഞാൻ രാഹുലാണ്, എനിക്കൊരു പാക്ക് കഞ്ചാവ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ 2-3 തവണ കട്ട് ചെയ്തു. അപ്പോൾ വീണ്ടും ഞാൻ വിളിച്ചപ്പോൾ ആൾ ചോദിച്ചു, ഡീറ്റെയിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു പാക്ക് വേണം, എനിക്ക് സ്ഥിരമായിട്ട് തരുന്ന ആളെ പോലീസ് പിടിച്ചാൽ എനിക്ക് കിട്ടാനില്ല. അപ്പോൾ അന്നൊരു കാര്യം ചെയ്യ്, നീ കാളത്തോട് വരാൻ പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ കാളത്തോട് ചെന്നു. കാളത്തോട് എത്തിയപ്പോൾ ആൾ പറഞ്ഞു പറവട്ടാനിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ പറവട്ടാനിയിലെത്തി. പിന്നെ ഞാൻ വിളിച്ചത് പറവട്ടാനി എത്തി എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു തൃശ്ശൂർക്ക് വരാൻ പറഞ്ഞു. ഞാൻ തൃശ്ശൂർ എത്തി വിളിച്ചു. കാരണം ആവശ്യക്കാർ എന്നെ സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയൊരു കസ്റ്റമറാണല്ലോ. അങ്ങനെ വടക്കേ സ്റ്റാൻഡിൽ പള്ളിത്താമം എന്ന് പറഞ്ഞൊരു സർക്കിളുണ്ട്. ആ പള്ളിത്താമം സർക്കിളിൽ ഞാൻ എത്തിയപ്പോൾ ഞാൻ ഫോൺ വിളിച്ചത് ഞാൻ അവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പിടിക്കേണ്ട ആൾ അവിടെ ഉണ്ട്. ആ സമയത്ത് ഫോണിൽ എനിക്ക് മനസ്സിലായി, അവന് മനസ്സിലായി ഞാൻ ആരാണ് നല്ലത്, ഞാൻ പോലീസാണെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ അവൻ ബൈക്ക് എടുത്തിട്ട് നേരെ വിട്ടു. പിന്നാലെ നമ്മൾ ആ ഒരു ക്രൈസിൽ പിന്നാലെ ഞാൻ ബൈക്ക് എടുത്ത് ചേസ് ചെയ്ത് തൊട്ടടുത്ത് അക്വാറ്റിക് കോംപ്ലക്സിൻ്റെ അവിടെ വെച്ചിട്ട് ക്രോസ് ചെയ്ത് പിടിച്ചു. ക്രോസ് ചെയ്ത് പിടിച്ചപ്പോൾ 5 പൊതി പാക്ക് കഞ്ചാവ് അടയിൽ കിട്ടി. ഞാൻ ചോദിച്ചു
ഞാനൊരു പൊതി ചോദിച്ചത്, ഈ ബാക്കിയുള്ള പൊതി നീ ആർക്കെന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞില്ല, പക്ഷേ പിന്നീട് നിർബന്ധത്തിൽ അവൻ പറഞ്ഞു, സാറേ ബാക്കിയുള്ള 4 പൊതിക്ക് വേണ്ടിയിട്ട് ഒരു പറട്ടാനിയിൽ ഒരു വസൂരി പറമ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ ഒരു 10-20 വിദ്യാർത്ഥികൾ ഇതിനു വേണ്ടി കാത്തുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ കഞ്ചാവാണോ കഞ്ചാവ്. അപ്പോൾ തന്നെ ഞാൻ കൺട്രോൾ റൂമിൻ്റെ വണ്ടി വിളിച്ച് ഇവനും കയറ്റി നേരെ ഈ പറഞ്ഞ വസൂരിപ്പറമ്പിലേക്ക് ഇവനെ കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ഇവനെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കിയപ്പോൾ ആ പറമ്പിൻ്റെ ഒരു മൂലയിൽ ഒരു 10 ദിവസമായിട്ട് ഭക്ഷണം കിട്ടാതെ ഒരു ടീമിന് ഭക്ഷണപ്പൊതിയായിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് എത്തിച്ച് നോക്കണ പോലെ ഒരു 10-22 വിദ്യാർത്ഥികൾ ഇങ്ങനെ കാത്തു നിൽക്കണം. ഞങ്ങൾ ചെന്നിട്ട് വട്ടം കൂടി അവരെ പിടിച്ചപ്പോൾ അതിൽ ഭൂരിഭാഗം 1-2 പേര് മാത്രമാണ് വിദ്യാർത്ഥികൾ, അല്ലാത്തുള്ള ബാക്കി എല്ലാവരും വിദ്യാർത്ഥികൾ. ആ വിദ്യാർത്ഥികളെ മുഴുവൻ നമ്മൾ കൊണ്ടുവന്നു. ഞങ്ങൾ സ്റ്റേഷനിൽ അന്ന് ഹരിശങ്കർ സാറായിരുന്നു, തൃശ്ശൂർ ACP. അവിടെ കുറേ നേരം കൗൺസിൽ ചെയ്തു. ആ കൗൺസിലിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ഒരുത്തൻ്റെ മൊബൈലിൽ ഞങ്ങൾ നോക്കിയപ്പോൾ മൊബൈലൊരു കഞ്ചാവിൻ്റെ ചെടി കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എത്ര കഞ്ചാവിൻ്റെ ചെടിയിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ സാർ ഇത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല, ഇത് ക്യാമറ ഫോൾഡറിലാണ് എടുക്കുന്നത്. ഒന്ന് ഭീഷണിപ്പെടുത്തി പറഞ്ഞപ്പോൾ, സാർ എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു, വീട്ടിൽ വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞു. കഞ്ചാവ് ചെടി വീട്ടിൽ വളർത്തുക, അന്ന് ശരി പോകാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം സാർ പ്ലീസ് വേണ്ടെന്ന് പറഞ്ഞു. അല്ല, നമുക്ക് എന്തായാലും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഈ പയ്യനെയും കൊണ്ട് ഞങ്ങൾ പോലീസ് ജീപ്പിൽ ഇവൻ്റെ വീടിൻ്റെ അവിടെ എത്തി. അപ്പോൾ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ അവൻ്റെ അമ്മ, അച്ഛൻ, പെങ്ങൾ കയറി വന്നിട്ട് ഞങ്ങളോട് ഷൗട്ട് ചെയ്ത് തുടങ്ങി, സാർ എന്ത് പണി ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് മകനെ പോലീസ് ജീപ്പിൽ കൊണ്ടുവരുന്നത്, അവൻ ഇന്നവരൊരു തെറ്റും ചെയ്തിട്ടില്ല, സാർ വളരെ മോശമായി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ ആർഗ്യൂ തുടങ്ങി. അപ്പോൾ ഞങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ ചോദിച്ചേട്ടാ എവിടെ കുഴിച്ചിട്ടില്ല ചോദിച്ചപ്പോൾ, സാർ കിണറിൻ്റെ വക്കത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവനെയും കൊണ്ട് ആ കിണറിൻ്റെ വക്കത്തിൻ്റെ അവിടേക്ക് പോകുന്നു. അപ്പോഴൊക്കെ ഇവർ ഷൗട്ട് ചെയ്ത് മുമ്പിലൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് ഇത് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി, ഇത് അപ്പുറത്തെ വീട്ടുകാരൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തായിരിക്കും, സാർ എന്താ വിഷയം പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നടന്ന് അവിടെ എത്തി പറഞ്ഞു, വിഷയം വേറെ ഒന്നുമില്ല, ഈ ചെടിയാണ് വിഷയം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഈ 3 പേരും, അച്ഛനമ്മയും പെങ്ങളും നെടുവേർപ്പെട്ടു, ഇതാണോ വിഷയം, ഞങ്ങൾ പേടിച്ച് പോയി സാറേന്ന് പറഞ്ഞു. ഇത് കൂട്ടുകൃഷിയാണോ എന്ന് നമുക്കൊരു സംശയം വന്നു. ഇതെന്താ ഈ ചെടി എന്താണെന്ന് അറിയുള്ളൂ. അറിയാം, എന്ത് ചെടി, ഇതൊരു തുമ്പച്ചെടിയോ? ഇത് തുമ്പച്ചെടിയാണ്. അപ്പോൾ ആര് പറഞ്ഞു? എൻ്റെ മോൻ പറഞ്ഞു. മോൻ എന്ത് പറഞ്ഞു? അപ്പോൾ ഒരു കഥ പറഞ്ഞെന്താണെങ്കിൽ, ഇവൻ ചെറുതിൽ ഒരു തൈയും കൊണ്ടുവന്നു, എന്നിട്ട് വീട്ടുകാരോട് പറഞ്ഞു, ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് തുമ്പയാണ്, ഇത് വളർന്നു വലുതാവുമ്പോൾ പൂവിടും, ഒരു റെഡ് കളറിലെ പൂവ്, അതായത് ആദ്യം വലുതായി വരുന്നത് മഞ്ഞ കളറ്, പിന്നെ അത് സൂര്യൻ അവസാനിക്കുന്നതോടുകൂടി റെഡായിട്ട് നല്ല വലിപ്പം വരും. അങ്ങനെ ഒരു സ്പെഷ്യൽ തുമ്പയാണ് ഇത്, വാടാതെ നോക്കേണ്ടത് നിങ്ങളുടെ ചുമതലയെന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു പൂച്ചെടി കാണാൻ വേണ്ടി, പൂവ് കാണാൻ വേണ്ടി ഇവർ ഈ വളവും ചാണകവും മറ്റേ കോഴിക്കട്ട അതൊക്കെ വളമൊക്കെ ഇട്ടെടുത്ത് നല്ല വെള്ളം 3 നേരം വെള്ളം ഒഴിച്ച് വളർത്തണതാണ്. ഇപ്പോൾ കഞ്ചാവ് ചെടിയാന്ന് പറഞ്ഞോടുകൂടി അമ്മയുടെ ബോധം കിട്ടി വീണു, അച്ഛനും ഇവിടെ തല്ലാൻ പോയി, ചേച്ചി പെങ്ങൾ പോലെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ ഇത് ശരിക്കും ഇത് അന്നത് FIR ഇട്ടില്ല. FIR ഇട്ടിട്ടുണ്ടെങ്കിൽ ചെറിയ പയ്യനാണ്, ഇത് പ്ലാനിംഗ് എന്ന് പറഞ്ഞ സെക്ഷനാണ്, ജയിലിൽ പോകുന്നൊരു സംഭവമാണ്. അത് ആ രീതിയിൽ ഓരോരുത്തരും സ്വന്തം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളൊരു വിൽപ്പന, അത് അങ്ങനത്തെ ഒരു തരത്തിലുള്ള, അല്ലാണ്ട് ഒരു വലിയൊരു നെറ്റ്വർക്ക് എന്നുള്ള രീതിയിലുള്ള അങ്ങനത്തെ ഓരോ ഗ്രൂപ്പായിട്ടുള്ള വിൽപ്പനകൾ കുറേ സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ വിദ്യാർത്ഥികളല്ലാതെ മുതിർന്നവരിലേക്ക് ഇത് വലിയ തോതിൽ വ്യാപിച്ചിട്ടില്ലേ? അത് വളരെ കുറവാണ്. മുതിർന്നവർ വളരെ കുറവ്. ഞങ്ങളുടെ കണക്ക് വെച്ചപ്പോൾ നമ്മൾ പിടിച്ചൊരു കണക്ക് തന്നെ വെച്ച് നോക്കുമ്പോൾ ഒരു പേഴ്സൻറ്റേജ് കണക്ക് പറയുകയാണെങ്കിൽ ഒരു 70% ഉപയോഗിക്കുന്നത് വിദ്യാർത്ഥി ആ ഒരു സമൂഹമാണ് നമ്മൾ ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ. പിന്നെയുള്ള ഈ വലിയ രീതിയിലുള്ള ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഭാഗമുണ്ട്, ഹോൾസെയിലായിട്ട് കൊണ്ടുവരുന്ന ഭാഗത്തൊക്കെ ഈ പറഞ്ഞ വലിയ മുതിർന്നവരാണ്. അവർ ഈ സെയിൽ ചെയ്യുന്നതെന്ന് പറയുന്നതൊക്കെ ഈ സമൂഹത്തിലാണ്. അതിനൊരു ഒറ്റൊരു ഉദാഹരണം പറയാം, 2 ഉദാഹരണം ഞാൻ പറയാം. നമ്മളൊരു നജീബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരാളൊരു കാറിൽ നിന്ന് നമ്മളൊരു 330 ഗ്രാം MDMA ആയിട്ട് പിടിച്ചു. അതിൽ ആ പയ്യനും പിന്നെ ഒരു ലിജീഷ് എന്ന് പറഞ്ഞാൽ 2 പേരുണ്ടായിരുന്നു. അത് നമ്മൾ 330 ഗ്രാം ശോഭ സിറ്റിയുടെ മുമ്പിൽ വെച്ച് പിടിച്ചത് കേസെടുത്തിട്ട് ചോദിച്ചത് ആർക്കും കൊണ്ടുവരുന്നത് ചോദിച്ചപ്പോൾ, സാറേ ഇത് കുന്നോളത്തേക്കാണ് കൊണ്ടുവരുന്നത്, സാർ ഇത് കുന്നോളത്ത് ഞങ്ങൾ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചതിന് ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞ് സാറ് വരികയാണെങ്കിൽ ഇത് കിട്ടിയാനില്ല സാറിന്. എന്ത് ചോദിച്ചപ്പോൾ, സാർ അത് 2 ദിവസം കൊണ്ട് ഈ 330 ഗ്രാം MDMA വിറ്റ് പോകും. അതായത് പയ്യന്മാരാണ് അവർ പറയണത്. ചില എത്തിക്കേണ്ട താമസം വാട്സാപ്പിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ട്രൗസർ കെട്ടുമ്പോഴൊക്കെ അതിനായിട്ട് വന്ന് 20 ഗ്രാം 30 ഗ്രാം 40 ഗ്രാമായിട്ട് എടുത്ത് കൊണ്ടുപോകുന്നു പറഞ്ഞു. അപ്പോൾ 2 ദിവസം കൊണ്ട് 330 ഗ്രാം MDMA അവിടെ ചിലവാകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇത്. അതുപോലെ തന്നെ നമ്മളൊരു 220 കിലോ കഞ്ചാവ് ചീയാരത്തിൽ നിന്ന് പിടിച്ചൊരു വണ്ടിയിൽ നിന്നാണ് പിടിച്ചത്. ആ പിടിച്ചപ്പോൾ അവരും പറഞ്ഞ കാര്യം തന്നെയാണ്, 2 ദിവസം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ സാർ ഒരു 2-3 കിലോ കിട്ടിയാനെ ബാക്കിയൊക്കെ ഇത് വിറ്റ് പോകുന്നു പറഞ്ഞു. അപ്പോൾ എത്തിക്കേണ്ട താമസം. ഈ കഞ്ചാവാണോ MDMA ഒക്കെ പോലുള്ള രാസലഹരികളാണോ മനുഷ്യ ശരീരത്തിന് കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത്? 2ഉം അപകടം തന്നെയാണ്. പക്ഷേ
MDMA എന്ന് പറഞ്ഞാണെങ്കിൽ ഏറ്റവും എക്സ്ട്രീം ലെവലിലുള്ളൊരു നമ്മുടെ ശരീരത്തിനെ എഫക്റ്റ് ചെയ്യണത്. അതായത് അതുപയോഗിച്ചിട്ട് പല്ല് പൊടിയുക, എല്ല് പൊടിയുക, അങ്ങനെ പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ ഒന്ന് പറയാം. ഒരു ദിവസം ഒരു പയ്യൻ, അവന് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കഞ്ചാവ് പിടിക്കാറുള്ളൊരു പയ്യനാണ്. അവനെ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകും. പിന്നെ അവൻ്റെ വീട്ടുകാരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് അത്രയും ബന്ധമാണ്. കാരണം ബന്ധം ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഈ കേസുകൾ പിടിച്ചിട്ടുള്ളതാണ്. അവനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കാൻ വേണ്ടി പൈസ വേണം. പൈസ വേണമെങ്കിൽ അവൻ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഓരോരുത്തരുടെ പയ്യന്മാരൊന്ന് ഫോണൊക്കെ വാങ്ങിക്കട്ടെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതുകൊണ്ട് പോകും. അങ്ങനെ പിന്നെ പെൺകുട്ടികളെ സ്നേഹിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഒരു വലിയൊരു വിഷയമാണ്, ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അവരൊന്ന് സ്വർണ്ണം അടിച്ച് മാറ്റുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഈ പയ്യനെ ഞാൻ ഈ പറഞ്ഞ സ്വർണ്ണത്തിലും പല ഇതിൽ പിടിച്ച് ഒരു 5-8 കേസ് ഈ പയ്യൻ്റെ പേരിലെടുത്തു. അങ്ങനെയായിട്ടൊരു അടുപ്പം വന്നു. ഈ പയ്യനെ ഒരു ദിവസം ഒരു 6 മാസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് വന്നത്, ഒരു 6 മാസമായിട്ടുള്ള കണ്ടിട്ട് കഞ്ചാവൊക്കെ നിർത്തിയോ? ഞാൻ വെറുതെ തമാശയ്ക്ക് ഞാനൊരു ചോദിച്ചു, സാർ കഞ്ചാവൊക്കെ ഞാൻ നിർത്തി, ഇപ്പം എന്ത് ചെയ്യണം? ഇപ്പോൾ സാറ് ഞാൻ വേറെ ലെവലാണ് സാറൊരു ഒന്ന് നോക്കട്ടെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ എനിക്ക് എടുത്തു തന്നു. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബ്രൗൺ പേപ്പർ. ഞാനത് തുറന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ അവൻ പറഞ്ഞു, സാറേ സൂക്ഷിക്കട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വല്ല നായ്ക്കോറിൻ്റെ പൊടിയാണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇത് ഇത്രയ്ക്ക് പോകുന്നൊരു 4-5 വെള്ള ചെറിയ ചെറിയ ഒരു ഇത്. അപ്പോൾ ഞാൻ കാരണം MDMA പോലത്തെ ഒരു സംഭവം. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. നീയല്ലേ പറഞ്ഞ MDMA ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന്, ഇത് MDMA ആണല്ലോ, നിനക്കിത് എവിടുന്ന് കിട്ടി, നീ ഇതിൻ്റെ ഉപയോഗം തുടങ്ങിയെന്ന് പറഞ്ഞു. ഞാനൊന്ന് ഷൗട്ട്, കാരണം എനിക്ക് അടുപ്പുള്ളായിരുന്നു, ഞാനൊന്ന് ഷൗട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ സാർ ഇത് MDMA അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സോറി. പിന്നെ ഇതെന്താ? അപ്പോൾ സാർ ഇതെൻ്റെ പല്ല് പൊടിഞ്ഞാന്ന് പറഞ്ഞു. പല്ല് പൊടിയുക? സാറ് പറഞ്ഞിട്ട് ഒരു 6 മാസം മുമ്പ് നമ്മൾ കണ്ടതാണല്ലോ, പിന്നെ എന്നെ കാണാറില്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ കഷ്ടകാലത്തിന് ഞാൻ MDMA ഉപയോഗിച്ചു. ഞാൻ ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് ഞാൻ ശബ്ദം ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ കഷ്ടകാലത്ത് ഇതെൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ MDMA ഉപയോഗിച്ചതാണ്. MDMA ഉപയോഗിച്ചിട്ട് 6 മാസം കൊണ്ട് എൻ്റെ പല്ല് പൊട്ടിയാണ്. അപ്പം സാറിനെ കാണിക്കണം എന്ന് പറയും, കാരണം അത്ര അടുപ്പമാണല്ലോ, കാണിക്കണം എന്നുള്ള രീതിയിലാണ് ഈ ഇടയ്ക്കിടയ്ക്ക് പൊടിയണത് നാവുകൊണ്ട് ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഈ തുമ്പൊക്കെ എടുത്തിട്ട് എനിക്ക് കാണിക്കാൻ വേണ്ടി കുറച്ചുള്ളൂ അത് കാണിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് എനിക്ക് കാണിച്ചിരുന്നത്. ഈ പറഞ്ഞത് ഞാനൊരു ദിവസം ക്ലാസ് എടുക്കുന്ന സമയത്ത്, കാരണം തൃശ്ശൂർ ജില്ലയിലെ എല്ലാ +2 ടീച്ചറുമാണ് ഞാൻ ക്ലാസ് എടുക്കേണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു +2 ടീച്ചർ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, സാർ എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞു. ഈ കാര്യം പറഞ്ഞ സമയത്ത് അപ്പോൾ എന്താ ടീച്ചറെ ചോദിച്ചു. സാർ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ബാക്ക് ബെഞ്ചിലൊരു പയ്യൻ ഇതുപോലെ ഇങ്ങനെ പല്ല് കാണിച്ചിട്ട് ചെറിയൊരു കഷ്ണം ഇങ്ങനെ ഒരു മണൽത്തിരി പോലെ ഇങ്ങനെ കാണിച്ചു. എന്താ ചോദിച്ചപ്പോൾ സാർ ഇതെൻ്റെ പല്ലാന്ന് പറഞ്ഞു. പല്ലോ? അപ്പോൾ നേരെ അടുത്ത് ചെന്നിട്ട് നോക്കിയപ്പോൾ കാണിച്ചു തന്നപ്പോൾ ഒരു വെള്ള കളറിലാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്, അവർക്ക് ചിരിച്ചു തുടങ്ങി. ഇതെന്താ ചിരിക്കുന്നത്, ഇതെങ്ങനെയാണ് പല്ല് പൊടിഞ്ഞ് ചോദിച്ചപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, സാറേ അവൻ എമ്മിൻ്റെ ആളാന്ന്. ടീച്ചർക്ക് മനസ്സിലായില്ല, അതായത് MDMA ഷോർട്ട് ഫോമാണ് എമ്മിൻ്റെ ആളെന്ന് പറഞ്ഞു. അപ്പോൾ ഉപയോഗിച്ചിട്ട് അപ്പോൾ ആ ടീച്ചർ ജസ്റ്റിഫൈ ചെയ്തതാണ് സാർ അത് MDMA ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പല്ല് പൊടിയുള്ള എൻ്റെ ഒരു ഉദാഹരണം ആ ടീച്ചർ പറഞ്ഞത്. ഈ MDMA അല്ലെങ്കിൽ ഈ രാസലഹരി ഇപ്പോൾ ഏറ്റവും പ്രചാരത്തിലിരിക്കുന്നതാണല്ലോ കഞ്ചാവിനേക്കാളൊക്കെ കൂടുതൽ. ഇത് ഉപയോഗിക്കുമ്പോൾ ഈ കുട്ടികളിൽ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ടോട്ടലി അവൻ്റെ ജീവിതചര്യ തന്നെ മാറും. അവൻ എണീക്കുന്നത് വളരെ നേരം വൈകി എണീക്കുക, ഉറങ്ങുന്നതും അതേപോലെ വളരെ നേരം വൈകി ഉറങ്ങുക. ഇത് ആ പ്രകടമായി കണ്ടുവരുന്ന ഒരു പ്രധാന മാറ്റമാണ്. നോർമലി ഒരു 9 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് കിടന്ന് ഉറങ്ങണവൻ പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറക്കം വരില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2 മണി 2:30 3 മണിക്കൊക്കെ ഉറങ്ങുക. അതുപോലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണീക്കാൻ പറ്റില്ല അവർക്ക്, അവരുടെ ബോഡി മൊത്തം വീക്കായിട്ടായിരിക്കും. അപ്പോൾ നോർമലി ഒരു രാവിലെ 8 മണി 9 മണിക്ക് എണീക്കുന്നവർ ഈ 10 11 12 ശേഷം ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ എണീക്കുന്ന ഒരു സംവിധാനം. അങ്ങനെ തന്നെ ആകുമ്പോൾ ശരീരം ശോഷിക്കുന്ന ഒരു രീതിയിൽ വരും. ഏത് ഇൻ്റർവെല്ലിലാണ് ഇവർ സാധാരണ ഈ ലഹരി ഉപയോഗിക്കുന്നത്? എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ടി വരുമോ, അതോ ആഴ്ചയിലൊന്നും മതിയോ? ഇവർ ഒരു ലഹരി കെട്ട് കഴിഞ്ഞിട്ടാണല്ലോ അടുത്തതിന് വേണ്ടി ഒരു ത്വരയുണ്ടാകുന്നത് ഇവരിൽ? നോർമലി ഒരു MDMA ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 8-10 മണിക്കൂർ അതിൻ്റെ ഒരു സമയം നോർമലി നമ്മൾ കണ്ടുവരുന്നത്. അതായത് ഇന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നിടവിട്ട രീതിയിലാണ് ദിവസങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ചിലർ ഒന്ന് ഉപയോഗിച്ച് അതിൻ്റെ കിക്ക് ഒരു ഏകദേശം ഒരാഴ്ച വരെ കഴിഞ്ഞിട്ടാണ് അടുത്തത് ഉപയോഗിക്കാൻ നോക്കുക. ചില ഹാർഡായിട്ട് ഉപയോഗിക്കുന്നവർ ഡെയിലി ഉപയോഗിക്കുന്നവരുണ്ട്. ഇവരുടെ സ്വഭാവത്തിൽ മാറ്റം വരില്ലേ? അതായത് ഇവർ വയലൻ്റ് ആകുക, അഗ്രസീവ് ആകുക, ചെയ്യുന്ന ജോലിയിൽ തന്നെ തീവ്രമായി പ്രവർത്തിച്ചു തുടങ്ങുക, അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് മെയിനായിട്ട് വീട്ടുകാരോടാണ് ഇവർ ആ ഒരു എതിർപ്പായിട്ട് കാണിക്കുന്നത്. അതായത് നോർമലി വിട്ടിട്ട് ഹാർഡായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ കത്തിയെടുത്ത് കുത്താൻ പോകുന്ന പല മോരനോട് പറഞ്ഞു, സാറേ അവൻ എൻ്റെ കത്തിയെടുത്ത് കുത്താൻ പോകുന്നു, ഇന്ന് വരെ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാത്ത ആളാണ്, വളരെ മൃഗീയമായിട്ടുള്ളൊരു ലെവലിലേക്ക് എടുക്കുക. നോർമൽ വിട്ടിട്ടുള്ള ഒരു ബ്രോട്ടലായിട്ടുള്ള രീതിയിലൊരു പെരുമാറ്റം ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്ട്സ് ആണ്. അപ്പോൾ ആ രീതിയിൽ ഇവൻ്റെ വീട്ടുകാരിൽ ആദ്യം എടുക്കും. പിന്നെ ആരാണ് നോ പറയുന്നത്, ഫ്രണ്ട്സ് നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിനോടായിരിക്കും നോ പറയുക. പിന്നെ ഇവരുടേതായിട്ടുള്ളൊരു സർക്കിളുണ്ട്, ഇതൊക്കെ ഒത്തുകൂടി പോകുന്ന ഉപയോഗിച്ച് വരുന്ന ആ സർക്കിളിൽ മാത്രമായിട്ട് കൂട്ടി പുറംലോകമായിട്ട് അതില്ലാതെ ആ ഒരു വൈബിൽ മാത്രം കിടന്ന് നടക്കുന്നൊരു രീതിയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്.
ഈ രാസലഹരി ഇത് ഉപയോഗിക്കുന്ന ആളുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നമുക്ക് പറഞ്ഞാൽ പല്ല് പൊടിയുക എന്നുള്ളൊരു എഫക്റ്റ് ഉപയോഗിക്കുക, നമ്മുടെ പല്ലുകൾ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു വരും. പിന്നെ ഒന്ന് മുഖമൊക്കെ ഒന്ന് വാർന്നു വരുന്ന ഒരവസ്ഥ, അതായത് മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്ന നിരവധി സംഭവങ്ങളുണ്ട്. ആ ഒരു മൂക്കിൽ നിന്ന് വന്ന് ഒരു ഈ ഭാഗം ഒട്ടി കണ്ണൊക്കെ ഉള്ളിലോട്ട് പോയിട്ടൊരു വേറൊരു രൂപം, ഒരു പെൺകുട്ടികൾ തന്നെ ഒരു ആൺകുട്ടികളുടെ ഒരു രൂപത്തിലേക്ക് വരുന്നൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ശരീരമൊക്കെ ഒന്ന് ശോഷിച്ച് ഒരു അവസ്ഥ, പിന്നെ കണ്ണൊക്കെ എപ്പോൾ നോക്കിയാലും ഉറങ്ങി വരുന്നൊരു അവസ്ഥ, ഒരു ശ്രദ്ധയില്ലായ്മ ഉള്ളൊരു അവസ്ഥ, പെട്ടെന്ന് ദേഷ്യം വരിക, വീട്ടുകാരെ അടിക്കുക, കത്തിയെടുത്ത് വീശുക, അങ്ങനെ ഒരു ഭയങ്കര ഒരു പക്ക നെഗറ്റീവായിട്ടുള്ള ഒരു സ്വസ്ഥത തരാത്തൊരു രീതിയിലുള്ളൊരു അവസ്ഥ മൊത്തത്തിൽ കണ്ടുവരുന്നുണ്ട്. മെമ്മറി പോവുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടോ? മെമ്മറി പോവുക, പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതിരിക്കുക. അസ്ഥി നമ്മുടെ ശരീരത്തിലെ എല്ല് പൊടിയുന്നൊരു ഭാഗമുണ്ട്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എല്ല് നുറുങ്ങുന്നൊരു അവസ്ഥയുണ്ട്. നമ്മുടെ ശരീരം കോച്ച് വലിക്കുന്നൊരു അവസ്ഥ, നമ്മൾ നിന്നോടത്ത് നിന്ന് തന്നെ കുഴഞ്ഞു വീഴുന്നൊരവസ്ഥ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഉറക്കം ഇല്ലായ്മ കണ്ട് തീരെ ഉറങ്ങാതിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട്. ഈ ആത്മഹത്യാ പ്രവണത പോലുള്ള കാര്യങ്ങളുണ്ടാവുമോ? ഇതിലൊരു പിന്നെ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുക. ഇപ്പോൾ ആത്മഹത്യ ചെയ്തു, അത് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സംഭവമാണ്. ഇതിപ്പോൾ ഞാൻ ഇന്നാളെ വിളിക്കും, പോലീസുകാരനെ വിളിക്കുന്നു പറഞ്ഞാൽ പോയി നമ്മൾ ആരെങ്കിലും കൗൺസിൽ ചെയ്യാനോ എന്തെങ്കിലും പോയാൽ ഇപ്പോൾ ഞാൻ ബ്ലേഡ് കൊണ്ട് ഞാൻ കൈ മുറിക്കുന്നു പറയും. ഇപ്പോൾ ഞാൻ നിരവധി പേരുടെ കൈ ഇവിടെ മുറിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ട് രീതിയിലുള്ള കൈ മുറിക്കുന്ന ലവ് അഫെയർ ഉണ്ട്, രണ്ട് ഈ പറഞ്ഞ പോലെ ഡ്രഗ്സ് കിട്ടാതെ വരുന്നൊരു സംഭവം. അവർക്ക് ബ്ലഡ് കാണണം. നമ്മൾ പലപ്പോഴും ചോദിക്കുമ്പോൾ ബ്ലഡ് കണ്ടാൽ ആ ഒരു വിഷമം തീരും. അപ്പോൾ ബ്ലഡ് കാണാൻ വേണ്ടിയിട്ട് കൈ മുറിച്ചിട്ടുള്ള ഒരവസ്ഥ, ആ ഒരു രീതിയിലേക്ക് മാനസികമായിട്ട് പക്ക ഡിപ്രഷനായിട്ട് സൈക്കാട്രിസ്റ്റിൻ്റെ ഡോക്ടറെ അടുത്ത് പോലും അങ്ങനെ നിരവധി സംഭവങ്ങൾ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് കണ്ടുവരുന്നത്. അതായത് ഇത് ഉപയോഗിച്ച് ഇതിൻ്റെ അടിമയായി കഴിഞ്ഞാൽ അവരുടെ ജീവിതം യൂസ്ലെസ് ആയി പോവുകയാണ് അല്ലേ? അതന്നെ, ഒരു സംശയമില്ല. ജീവിതം അത് ആകെ മാറ്റി മറിഞ്ഞ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നൊരു അവസ്ഥ ഉണ്ട്. ഇതിനകത്ത് ഈ ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികളും വലിയ തോതിൽ ഇതിന് അടിമകളായി കഴിഞ്ഞു. ഒരു പെൺകുട്ടി ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കണം, വിൽപ്പന നടത്തണമെന്ന് പറഞ്ഞ ഇൻഫർമേഷൻ വന്നു. ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് നമ്മൾ ആവശ്യക്കാരെന്നുള്ള രീതിയിൽ ട്രാപ്പ് ചെയ്ത് പെൺകുട്ടീനെ പിടിച്ചു. 20 ഗ്രാം MDMA ആണ്. ഈ പെൺകുട്ടീനെ നോക്കുമ്പോൾ കണ്ട നമുക്ക് പക്ക അറിയാം MDMA ഉപയോഗിച്ച് മെലിഞ്ഞ് ഉള്ളൊരവസ്ഥ. ആ പെൺകുട്ടി പറഞ്ഞ്, സാറേ എനിക്ക് നോസ് ബ്ലീഡിങ് ഉണ്ടാവാറെന്ന് പറഞ്ഞു. നോസ് ബ്ലീഡിങ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു. നോസ് ബ്ലീഡിങ് എങ്ങനെയാണ് സാർ? ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് ഈ ഭാഗത്തെ നെർവുകളൊക്കെ വീക്കായിട്ട് ബ്ലഡ് വന്നു തുടങ്ങിയെന്ന് പറഞ്ഞു. ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, സാറേ എൻ്റെ മകൻ ഭയങ്കര പ്രശ്നമാണ്, എന്നെ തല്ലണു, എൻ്റെ അമ്മേനെ തല്ലണു, ഭയങ്കര സീനാണ്, സാറൊന്ന് വന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. ആ പയ്യനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആ പയ്യൻ വീട്ടിൽ നിന്ന് ഒരു 5.5 പവൻ്റെ സ്വർണം മോഷണം നടത്തിയിട്ടുണ്ട്. അതായത് ഈ ലഹരി കിട്ടാൻ വേണ്ടി കൈ കിട്ടുന്ന എന്തും വിറ്റിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കി ഇത് മേടിക്കുക എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തും അല്ലേ? ഈ മാതാപിതാക്കൾക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ വലിയ ആങ്സൈറ്റി ഉണ്ടാവും. ഒരിക്കലും ഇതിൻ്റെ അടിമകളായി കഴിഞ്ഞാൽ, ലഹരിക്ക് അടിമയായി കഴിഞ്ഞാൽ പിന്നെ മക്കളെ തിരിച്ചു കിട്ടില്ല എന്നുള്ളൊരു ഭയം ഉണ്ടാവും. ഇതിൽ തിരിച്ചു വന്ന് പൂർവാധിക ശക്തിയോടെ കരിയറിലൊക്കെ രക്ഷപ്പെട്ട ആളുകളും ഇല്ലേ? പാലക്കാട് നിന്നൊരു ഫോൺ കോൾ വന്നു, സാറേ എൻ്റെ പെങ്ങളുടെ മകൻ കുറച്ച് സീനാണ്, ലഹരി ഉപയോഗിക്കുന്നത് ഭയങ്കര സംശയമുണ്ട്, കാരണം വീട്ടുകാരെ ഉപദ്രവിച്ചു തുടങ്ങി. ഞാൻ നോക്കുമ്പോൾ ഒരു ഏകദേശം 6 അടി സൈസ് ഉണ്ട്, നല്ലൊരു ആരോഗ്യമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞോടാ നിനക്കൊരു ബോക്സിങ്ങിന് പോകാനുള്ളൊരു കരുത്തും കാര്യങ്ങളും നിൻ്റെ ശരീരഘടനയിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ, സാർ എനിക്ക് ബോക്സിങ് താല്പര്യമാണ്, പക്ഷേ പിന്നെ താല്പര്യം എന്താ സാറേ, വീട്ടുകാർ തീരെ വിടില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ പിടിപ്പിച്ചുതരാമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടുകാരെ നിർബന്ധിച്ച് ദൈവന് ബോക്സിങ്ങിന് വിടണം എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്തേക്ക് ഒരു സ്വീറ്റ്സും ബോക്സാക്കിയിട്ട് വന്നു. ഈ വർഷത്തെ സ്റ്റേറ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ പതക്കം കിട്ടിയെന്ന് പറഞ്ഞിട്ട്. ഈ ലഹരിയായിട്ട് പിടിക്കുന്ന ആളുകൾ അവർ പിടിച്ചു കഴിയുമ്പം വയലൻ്റ് ആവുകയും വ്യത്യസ്തമായി പെരുമാറുകയൊക്കെ ചെയ്യാറില്ലേ പോലീസ് സ്റ്റേഷനിൽ? KL5 വണ്ടി ഒരു ജീപ്പ് വരുന്നുണ്ട്, ഞങ്ങൾ തടുത്തു. 3 ആളെ കിട്ടി, 5 കിലോ കഞ്ചാവ് കിട്ടി, നേരെ സ്റ്റേഷനിൽ കൊണ്ട് നിർത്തി. പിറ്റേ ദിവസം 6 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു. സുഹൃത്താ നീ എവിടെ ചോദിച്ചു. സാറേ ഞാൻ വീട്ടിൽ. നീ വീട്ടിൽ കൊണ്ടുവന്ന് ഉറങ്ങിക്കോ, നീ കൊണ്ടുവന്നൊരു കക്ഷി ഇവിടെ ആത്മഹത്യ ചെയ്തു, ആകെ പ്രശ്നമായിരിക്കുകയാണ്.